നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരനായ നിഹാൽ സരിൻ കളിച്ച മറ്റൊരു കിടിലൻ ഗെയിം കണ്ടാലോ. ഈ ഗെയിം നടന്നിരിക്കുന്നത് 2023 വേൾഡ് റാപ്പിഡ് ടീം ചെസ് ചാമ്പ്യൻഷിപ്പിലാണ്. ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന നിഹാലും ബ്ലാക്ക് കളിക്കുന്നത് പവേൽ ടെക്ലാഫ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ട്രോങ് പ്ലെയറാണ്. നിഹാൽ ഇവിടെ D4 കളിക്കുന്നു, ക്വീൻസ് പോൺ ഓപ്പണിംഗ് ആണ്. E6 കളിക്കുന്നു ബ്ലാക്ക്, നൈറ്റ് F3, C5 കളിച്ച് ഇവിടെ നിഹാലിന് സെൻട്രൽ പോളിനെ ചലഞ്ച് ചെയ്യുന്നു. നിഹാൽ C3 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു, നല്ല സോളിഡിഫൈ ചെയ്യുന്നു ആ പോണിനെ. അവിടെ നൈറ്റ് F6, ബിഷപ്പ് F4. അപ്പോൾ നിഹാലിൻ്റെ ഒരു ബിഷപ്പ് പുറത്തിറങ്ങി. ഇനി അടുത്ത ബിഷപ്പിനെ ഇവിടെ E3 കളിച്ച് മറ്റേ ബിഷപ്പിനെ പുറത്തിറക്കാനാണ് നിഹാലിൻ്റെ ശ്രമം. B6 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒന്നെങ്കിൽ ഈ ബ്ലാക്ക് ബിഷപ്പിന് വേണമെങ്കിൽ ഇവിടെ B7 വന്നിട്ട് ഈ ഒരു ലോങ് ഡയഗണൽ കൺട്രോൾ ചെയ്യാം. അതും അല്ലെങ്കിൽ വേണമെങ്കിൽ അവസരത്തിനനുസരിച്ച് A6 വരാം. നിഹാൽ E3 കളിച്ച് മറ്റേ ബിഷപ്പിനെയും കൂടെ പുറത്തിറക്കാൻ നോക്കണം. ബ്ലാക്ക് ബിഷപ്പ് E7 കളിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ക്യാൻസൽ ചെയ്യാനായിരിക്കും ഉദ്ദേശം. നൈറ്റ് BD2. അപ്പോൾ രണ്ട് നൈറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നു. D5 കളിച്ച് ഇവിടെ സെൻറ്ററിലേക്ക് നല്ലൊരു ആധിപത്യം സ്ഥാപിക്കുന്നു ഇവിടെ ബ്ലാക്ക്. ഇവിടുത്തെ E4 C4 ഇവിടെ ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. ഇവിടെ നിഹാൽ നൈറ്റിനെ ഇവിടെ E5 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷൻ തൊട്ട് നമ്മുടെ പിൽസ്ബറി അറ്റാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നിഹാൽ കളിക്കുന്ന ഈ ഒരു ഓപ്പണിങ്ങിന് പിൽസ്ബറി അറ്റാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിൽ ഇവിടെ നിഹാലിൻ്റെ ഐഡിയ ഈ ബിഷപ്പ് ഇവിടെ D3 വരും, ക്യൂനാണെങ്കിൽ ഇവിടെ F3 വരും, നൈറ്റ് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ സെൻറ്ററിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഇവിടെ ബ്ലാക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യൂനും പുറത്തിറങ്ങി ബിഷപ്പും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പോൺ, ഈ റൂക്കിൻ്റെ ഇവിടെയുള്ള പോൺ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിഹാലിൻ്റെ ഐഡിയ. എന്തായാലും ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. നിഹാൽ ബിഷപ്പിനെ ഇവിടെ D3 കളിക്കുന്നു. അപ്പോൾ ത്രെട്ട് ഒബ്വിയസ്ലി ഇവിടെ ആദ്യത്തെ ത്രെട്ട് ഇവിടെ ഈ ഒരു പോൺ ടു ഇവിടെ H7 ഈ പോണിനെയാണ്. ഈ H7 ഈ ഒരു ആക്റ്റീവ് ബിഷപ്പ് ഇവിടെ ത്രെട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B7 കളിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം മുമ്പ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാതെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ബ്ലാക്ക് ക്യാൻസൽ ചെയ്യാതെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു ബിഷപ്പ് ഇവിടെ വളരെ ആക്റ്റീവുള്ള ഒരു ബിഷപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പണി കിട്ടും. എന്നാൽ ഈ ഒരു ബിഷപ്പാണെങ്കിൽ കുറച്ച് പാസീവുള്ള ബിഷപ്പാണ്. ഇവിടെ തൻ്റെ പോൺ ചങ്ങലയിൽ തന്നെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചാടിക്കയറി ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താണ്, ബിഷപ്പ് A6 ഉണ്ട്, നൈറ്റ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ക്യൂൻ A4 ചെക്കിൽ ഈ നൈറ്റ് നഷ്ടപ്പെടും. ഇവിടെ നിഹാൽ ഓപ്പണിങ്ങിൽ തന്നെ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ബ്ലാക്ക് പ്ലെയർ ഇതെല്ലാം എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും നോക്കാതെ നേരെ ക്യാൻസൽ ചെയ്ത് ആദ്യം തന്നെ കിങ്ങിനൊന്ന് സേഫ് ആക്കിയത്. എന്നിട്ട് ബിഷപ്പ് D3 ശേഷം ബിഷപ്പ് B7 കളിക്കുന്നത്. അപ്പോൾ ഇവിടെയും നേരെ ബിഷപ്പ്, ഇനി ഇൻ കേസ് ബിഷപ്പ് A6 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ചലഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിഹാൽ വെറുതെ ബിഷപ്പിനെ C2 കൊടുക്കാൻ, ബിഷപ്പിന് ഇവിടെ വെറുതെ ഈ ഒരു ബിഷപ്പാണ് മറ്റേ ബിഷപ്പിനേക്കാളും പവർഫുൾ എന്ന് നിഹാലിനറിയാം. അപ്പോൾ ഐഡിയാസ് ഇതൊക്കെയാണ്. ബിഷപ്പ് ഇവിടെ തിരികെ പോകും, ക്യൂ നേരത്തെ പറഞ്ഞ പോലെ F3 വരും, പതുക്കെ H3 വന്നിട്ട് എല്ലാ അറ്റാക്കും ഈ ഒരു H7 പോകും. അപ്പോൾ ഇതൊക്കെയാണ് നിഹാലിൻ്റെ ഐഡിയ. അപ്പോൾ എങ്ങനെ കളിച്ചാലും നിഹാലിന് ഇതിലുള്ള റെസ്പോൺസുകളുണ്ട്. എന്തായാലും ബിഷപ്പ് D3 ബിഷപ്പ് B7 ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. നിഹാൽ ക്യൂവിനെ എന്തായാലും F3 കൊണ്ടുവന്നു. അപ്പോൾ ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂവിന് H3 വന്നിട്ട് H7 പണി തുടങ്ങുക. ഇതാണ് നിഹാലിൻ്റെ ഐഡിയ. നൈറ്റ് BD7, റൂക്കിനെ ഇവിടെ D1 കളിക്കുന്നു ഇവിടെ നിഹാൽ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഇവിടെ നമ്മൾ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസിൽ പറയണേ എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക എന്നിട്ട് പിന്നെ പതുക്കെ അറ്റാക്ക് തുടങ്ങുക എന്നുള്ളതാണല്ലോ. പക്ഷെ നിഹാലിന് ഇവിടെ വേറെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. നിഹാൽ ഒരു പക്ഷേ ഇവിടെ നേരിട്ട് ഇവിടെ ക്യാൻസലിങ്ങിന് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ബ്ലാക്കിന് ഒരു ഇൻട്രസ്റ്റിംഗ് ലൈൻ ഉണ്ട്. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, പോൺ വെച്ച് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നൈറ്റിനെ ഇവിടെ E4 കളിക്കുന്നു. അപ്പോൾ ഇതൊരു പോൺ വെറുതെ കൊടുക്കുന്ന പോലെയായി തോന്നാം. എവിടെയാണ് ഇവിടെ ഒരു പോൺ വെറുതെ കൊടുക്കണത്? കാരണം നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുന്നു, ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു, ക്യൂൻ വെച്ച് വെട്ടുന്നു. ഇവിടുത്തെ ഒരു ക്യൂൺ D2 മൂവിന് ശേഷം ഇവിടെ ബ്ലാക്ക് ഈസിലി ഈക്വലൈസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ബാക്കിയുള്ള റൂക്കുകളെയും കണക്ട് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്കിന് കുറച്ചും കൂടെ ഒരു ആധിപത്യം സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പോൺ ഇവിടെ നഷ്ടപ്പെട്ടെങ്കിലും ബ്ലാക്കിന് ഇവിടെ ഒരുപാട് കൗണ്ടർ അറ്റാക്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നൈറ്റ് BD7 ശേഷം റൂക്ക് D1 ആദ്യം കളിക്കുന്നത് നിഹാൽ. അപ്പോൾ ഈ അവസാനമുള്ള ഈ ഒരു ക്യൂൻ മൂവ് ഇവിടെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീപ്പ് ലൈനായിട്ടാണ് ഇവിടെ റൂക്കിനെ ഇവിടെ D1 കളിക്കുന്നത്. പിന്നീടും ക്യാൻസൽ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ക്യാൻസൽ തന്നെ ചെയ്യണമെന്ന് എന്താണ് നിർബന്ധം? ഇതാണ് നിഹാലിൻ്റെ ഐഡിയ. ക്യൂനെ ഇവിടെ C8 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇപ്പം നേരിട്ട് ബിഷപ്പ് A6 നേരെ പറ്റില്ലല്ലോ, കാരണം പ്രൊട്ടക്ഷൻ ഒന്നുമില്ല.
ഇനി ക്യൂനും കൂടെയും ഒരു പ്രൊട്ടക്ഷൻ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ കളിക്കാലോ, ഈ ഒരു ഐഡിയയിലാണ്. ക്യൂവിനെ എന്തായാലും H3യിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ തുടക്കം മുതലേ പ്ലാൻ ഇത് തന്നെയാണ്. ബിഷപ്പിനെ D3യിലേക്ക് കൊണ്ടുവരിക. അതെന്തായാലും ഇവിടെ സാധിച്ചു. നൈറ്റ് ഇവിടെ നല്ലൊരു സ്ക്വയറിലുണ്ട്. ക്യൂവിനെയും നല്ലൊരു സ്ക്വയർ, ആദ്യം ഇതിൻ്റെ ഹോം സ്ക്വയർ ആയിട്ടുള്ള ഇവിടെ നിന്ന് വന്നിട്ട് പതുക്കെ ഇവിടേക്ക് വന്ന് നല്ലൊരു സ്ക്വയറിലേക്ക് വന്നു. അപ്പോൾ പിൽസ്ബറി അറ്റാക്ക് വിജയം കാണുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മോസ്റ്റ്ലി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൊസിഷനിൽ G6 ആണ് ഇവിടെ നിഹാലിൻ്റെ ഒപ്പോണൻറ്റ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ്, അപ്പോൾ ഇവിടെ ഈ ഒരു അറ്റാക്ക് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഹ്യൂമൻ ആയിട്ടുള്ളൊരു മൂവാണ് ഇവിടെ G6. ഇവിടെ പലർക്കും മിസ്റ്റേക്ക് പറ്റാം. ഇവിടെ കമ്പ്യൂട്ടർ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മൂവാണ് ബിഷപ്പ് ടു A6. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ലൈനാണ്. ഒരു മനുഷ്യനെ കൊണ്ട് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ലൈൻ വളരെയധികം ട്രിക്കിയാണ്. കാരണം ഇവിടെ വൈറ്റിന് നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കാം. വളരെ ട്രിക്കി ആയിട്ട് വളരെ സൂക്ഷിച്ചുമാണ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ നൈറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. ബിഷപ്പ് ഇൻറ്റുവാണ് വെട്ടേണ്ടത്. കാരണം എന്താണ്, ഈ നൈറ്റ് വെച്ച് മൂവ് ചെയ്താൽ എന്താണ് കുഴപ്പം, ഇവിടെ നേരിട്ട് ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ ആ നൈറ്റ് വെച്ച് എന്തായാലും വെട്ടില്ല. ഇനി എന്തായാലും ക്യൂൻ വെച്ച് എങ്ങാനും വെട്ടിക്കഴിഞ്ഞാലോ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷൻ പോവുകയും ചെയ്യും. അപ്പോൾ എന്താണ് കുഴപ്പം, ഇവിടെ ബിഷപ്പ് പോവുകയും ചെയ്യും. ആ ബിഷപ്പിന് വേണമെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ച് വരികയും ചെയ്യാം. ഇവിടെ കളിയിലേക്ക് വന്നിട്ട് വീണ്ടും ഇവിടെ നല്ലൊരു അറ്റാക്കിംഗ് പൊസിഷൻ കിട്ടും. അത് മാത്രമല്ല ഇവിടെ ഒരു പീസും ഇവിടെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ ട്രിക്സ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കളിക്കണം ഇങ്ങനെ ഒരു മൂവ്. പക്ഷേ ഇവിടുത്തെ ട്രിക്ക് എന്തെന്നാൽ ഇവിടെ നൈറ്റ് വെച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പാണ് എടുക്കുന്നത്. ആ ഒരു റൂക്കിനെ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ റൂക്കിനെ കൊടുത്തു, പക്ഷേ ഈ ബിഷപ്പ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബ്ലാക്ക് ബിഷപ്പ് വളരെയധികം പവർഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തൽക്കാലം ഒരു എക്സ്ചേഞ്ച് ഡൗൺ ഒക്കെ ആണെങ്കിലും ഇവിടെ വൈറ്റിനാണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു പ്രശ്നക്കാരനായ ഒരു ബിഷപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിങ്ങിന് ഇവിടെ നിഹാലിന് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല കിങ് സൈഡ് പ്രൊട്ടക്ഷനും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ബ്ലാക്ക് പ്ലെയർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നതാണ്. ഒരു എക്സ്ചേഞ്ച് ഡൗൺ ആണെങ്കിലും ഇവിടെ ബ്ലാക്കിന് ഇവിടെ എളുപ്പത്തിൽ ഈക്വലൈസ് ചെയ്യാമെന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അപ്പോൾ ഈ ലൈനിലേക്ക് ഒന്നും പോയില്ല. ബിഷപ്പ് A6 നേരെ കളിച്ചില്ല. ക്യൂന് H3ക്ക് ശേഷം G6 ആണ് ഇവിടെ ഒരു ഹ്യൂമൻ മൂവാണ്. G6 കളിക്കുകയാണ് ചെയ്യണത്. നിഹാൽ എന്ത് ചെയ്യുന്നു, നൈറ്റിനെ ഇവിടെ F3യിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ നൈറ്റിന് ഓൾറെഡി ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ബിഷപ്പ് ഉണ്ട്, ഈ പോണുണ്ട്. ഇതാ ഇപ്പോൾ മറ്റൊരു നൈറ്റും കൂടെ. ഇനി നൈറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ മറ്റേ നൈറ്റ് വന്ന് ഇവിടെ സെമെൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ലൈൻസ് ഉണ്ട് ഇവിടെ നിഹാലിന്. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ പോൺ വെച്ചാണ് എടുക്കുന്നത്. ഐഡിയ ഈ ഒരു H7 കൺട്രോൾ ചെയ്യുന്ന ഈ നൈറ്റിനെ ഓടിക്കുക. നൈറ്റ് ഇവിടേക്ക് വന്നു. ഇവിടുത്തെ ഇപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ ബ്ലാക്കിന് കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് മൂവ് നൈറ്റ് ഇവിടെ H5ലേക്ക് വരുന്നതാണ്. പക്ഷേ ഇത് വളരെ കുറച്ച് ഇവിടെ ഈ ഒരു നൈറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പാസീവ് ആവുന്നുള്ള രീതിയിൽ ബ്ലാക്ക് ഒരു ഹ്യൂമൻ മൂവ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ടില്ല. ഇവിടെ കളിക്കുന്നത് നൈറ്റിനെ ഇവിടെ E4ലോട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ലൂസിങ് ആണ്. കാരണം നിഹാൽ ജസ്റ്റ് ആ നൈറ്റിനെ വെട്ടിയെടുത്തു, പോൺ വെച്ച് തിരികെ വെട്ടി നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ചെക്ക്മേറ്റ് ത്രട്ടൻ ചെയ്യാണ് നൈറ്റും ക്യൂനും കൂടെ വെച്ചിട്ട്. അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ ബ്ലാക്കിന് പല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ബ്ലാക്കിന് ഒരു ലൂസിങ് പൊസിഷനിലോട്ടായി. ഇവിടെ ചെക്ക്മേറ്റ് തടയാൻ വേണ്ടി H5 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിഹാൽ എന്ത് കളിക്കും, ഇവിടെ G4 കളിക്കും. അതാണ് മോസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡുള്ള അറ്റാക്ക്. ഇതിനെ വെട്ടുക, വേണമെങ്കിൽ റൂക്കിനും കളിയിലേക്ക് വരാം. ഈ ഒരു അറ്റാക്ക് തകർക്കാൻ ഇവിടെ ബ്ലാക്കിന് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ G4 മൂവിന് ശേഷം നിഹാലിന് ക്യാൻസൽ ചെയ്യുകയൊന്നും വേണ്ട. റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. നൈറ്റും ക്യൂനും എല്ലാമായിട്ട് ഒരുപാട് അറ്റാക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് H5 കളിക്കാൻ ബ്ലാക്കിന് ധൈര്യമില്ല. അതിനു പകരം ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ബിഷപ്പ് വെച്ച് തിരികെ വെട്ടി. അപ്പോൾ ഇനി ബ്ലാക്ക് കെയർഫുൾ ആവണം. കാരണം ബിഷപ്പ് ഇനി ഇവിടേക്ക് വരുന്നു, ക്യൂവിന് ഇവിടേക്ക് വരുന്നു, ഒരു മെയ്റ്റ് ഇൻ 2 ത്രെട്ടും ചെയ്യുന്നു. അപ്പോൾ ഇനി വളരെ കൃത്യമായിട്ട് കളിക്കണം ബ്ലാക്ക്. പോൺ ടു F5 കളിക്കുന്നു. അപ്പോൾ ഐഡിയ ഇതാണ്, ഇത് കളിച്ചില്ലെങ്കിൽ ഈ ബിഷപ്പ് തന്നെ അങ്ങോട്ടേക്ക് കളിക്കും. അപ്പം അതുകൊണ്ട് പോൺ ഇവിടെ കളിക്കുന്നു. ഇവിടെ ഇങ്ങനൊരു N% മൂവ് വഴിയിട്ട് E×F6 ഇവിടെ നിഹാൽ കളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ തൽക്കാലമുള്ള മെയ്റ്റിംഗ് ത്രെട്ട് ഇവിടെ തടഞ്ഞു. കാരണം ഈ പോൺ വെച്ച് തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ബിഷപ്പിന് ഇപ്പോൾ തൽക്കാലം F6ലോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്ക് പ്ലെയർ റൂക്ക് F7 കളിച്ചിട്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഇനി ഈ ഒരു റൂക്കിനെ നേരെ ചലഞ്ച് ചെയ്തിട്ട് ഈ ക്യൂവിനെ എത്രയും പെട്ടെന്ന് ഈ റൂക്കിനെ ചലഞ്ച് ചെയ്തിട്ട് ഈ ക്യൂവിനെ എത്രയും പെട്ടെന്ന് കളിയിൽ കൊണ്ടുവരികയല്ലേ കുറച്ചുകൂടെ നല്ല ഐഡിയ. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. കാരണം എന്താണ്, പോൺ ടു F7 ചെക്ക്.
ചെക്ക് മാത്രമല്ല, ഇപ്പം ആ റൂക്കിലേക്ക് ആ ബിഷപ്പും റൂക്കും കൂടെ ഇരിക്കണം. അപ്പോൾ കിങ് മാറിക്കഴിയുമ്പോൾ റൂക്ക് വെച്ചെടുക്കുകയും ചെയ്യും, അവിടെ ക്യൂനിലേക്ക് പണി കിട്ടുകയും ചെയ്യും. ഒരുപാട് അഡ്വാൻറ്റേജ് ഇവിടെ നിഹാലിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുള്ളതുകൊണ്ട് റൂക്കിന് അവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ആ ഒരു പോൺ പുഷ് തടയാൻ വേണ്ടി റൂക്കിന് F7 കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടേക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. നിഹാൽ എങ്ങനെ കളി മുന്നോട്ട് പോകുന്നു? ക്യൂൻ G3. എന്താണ് ഈ മൂവിൻ്റെ ഉദ്ദേശം? കാരണം ഈ ക്യൂനിന് ഇപ്പോൾ തൽക്കാലം ഇവിടെയുള്ള റോള് മാറി. ഈ ക്യൂൻ ഇവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇനി ഈ ഒരു പോണും കൂടെ പുഷ് ചെയ്ത് ഈ റൂക്ക് ആക്റ്റീവ് ആക്കാമല്ലോ. ഇതാണ് നിഹാലിൻ്റെ ഐഡിയ. അപ്പോൾ ക്യൂനിനെ കൊണ്ട് കളി എടുക്കുന്നില്ലെങ്കിൽ ഇനി ഈ റൂക്കും ഉണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ റൂക്കിന് ഒരു പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്യാതെ കളിച്ച നിഹാലിൻ്റെ ഒരു പ്രത്യേകതരം ടാക്ടിക്കാണ് ഈ കളിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ബിഷപ്പിനെ A6 കളിക്കുന്നു. അപ്പോൾ ഐഡിയ വീണ്ടും വ്യക്തമാണ്. ഇപ്പോഴും ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്വയർസ് എല്ലാം ഇവിടെ ഈ ഒരു ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. പക്ഷെ നിഹാലിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിഹാൽ എന്തായാലും ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. H4 കളിക്കുക, അടുത്ത മൂവിൽ H5 കളിച്ച് വീണ്ടും തുറക്കുക. റൂക്കിനെ ഇവിടെ D7 കളിച്ച് കൂടുതൽ പീസുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ റൂക്ക് വെച്ച് റൂക്ക് എടുത്ത് ചെക്ക് വരും എന്നൊക്കെ നിഹാലിന് പേടി ഉണ്ടാവുമെന്ന് ഇവിടെ ബ്ലാക്ക് ഇവിടെ ശ്രമിച്ചു നോക്കും. പക്ഷെ നിഹാലാണ് ആള്, നിഹാലിന് ഒരു പേടിയില്ല. പോൺ H5 കളിച്ച് വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. ഈ റൂക്കിനെ എങ്ങനെയെങ്കിലും തുറക്കുക. അപ്പോൾ റൂക്ക് വെച്ച് എടുത്തു, ചെക്കാണ്, കിങ് മാറി, വീണ്ടും ക്യൂൻ വെച്ചൊരു ചെക്ക് വന്നു. ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കിങ്ങിന് 2 സ്ക്വയറിലോട്ട് പോകാം. സൂക്ഷിച്ച് വേണം ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് പോകും. ഇവിടെ കിങ് സീറ്റൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. കാരണം ഇതുപോലത്തെ ചെക്കൊക്കെ വന്നിട്ട് വേറെ കൂടുതൽ പണി കിട്ടും. ഇവിടെ മെയിൻ 2 മൂവ്സാണുള്ളത്. കിങ് ഒന്നെങ്കിൽ ഇവിടെ C1 പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാം. ഗെയിമിൽ കിങ് ഇവിടെ C1 പോകണം. ഈ ഒരു ചെറിയ മൈന്യൂട്ട് മൂവിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. കിങ് എങ്ങാൻ ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്കിന് കളിക്കാവുന്ന ഒരു കില്ലർ മൂവാണ് ക്വീൻ D3. ഇപ്പോൾ ഇവിടെ ചെക്ക്മേറ്റ് ത്രട്ടൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂൻ ഇവിടെ വരണം, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു ഡ്രോയിലേക്കാണ് പോകണം. കാരണം ഇങ്ങനെ ഒരു ചെക്ക് വരും. അപ്പോൾ ഈ ചെക്കിനെ മറക്കാൻ വേണ്ടി കിങ് ഇവിടേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഈ റൂക്ക് കളിയിൽ വന്നിട്ട് നേരെ ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ കിങ് മുകളിലേക്ക് കയറാനും പറ്റില്ല. കാരണം എന്താണ്, ഈ ബിഷപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? ക്യൂനിടയിൽ വരിക. ഇവിടെ വെറുതെ ക്യൂവിനെ എക്സ്ചേഞ്ച് ചെയ്യുക, കിങ് F7 കളിക്കുക. അപ്പോൾ ഈ പൊസിഷൻ ബ്ലാക്ക് ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലമുള്ള അറ്റാക്കൊക്കെ ഒന്ന് കെട്ടടങ്ങി. അപ്പോൾ ഈ പൊസിഷനിലോട്ട് പോകുന്നതാണ്. ഒറ്റ മൂവിൻ്റെ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെക്കിന് ശേഷം കിങ് C1 എന്ന് പറഞ്ഞ മൂവ് ഇവിടെ നിഹാലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയത്. എന്തായാലും ബിഷപ്പിനെ D3 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ, അപ്പോൾ ഇനി ക്യൂവിനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെക്ക്മേറ്റ് ചെയ്യാനാവും. നിഹാലിന് ഒരു കൂസലുമില്ല. നിഹാൽ എന്തായാലും പോൺ വെച്ച് പോണിനെ വെട്ടി. ക്യൂവിന് A4 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പോണിനെ എടുക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. കാരണം എന്താണ്, വെറുതെ ക്യൂവിന് H3 വന്നിട്ട് ഒരുപാട് മേറ്റിംഗ് അറ്റാക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ പോൺ വെച്ച് എടുക്കണത് എന്തായാലും നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് ക്യൂവിന് A4 വന്നിട്ട് ഇവിടെ ഒരു മെയ്റ്റ് ത്രട്ടൻ ചെയ്തു. നിഹാലിന് ഇതൊന്നും ഒരു പേടിയില്ല. നിഹാൽ ഇവിടെ കളിക്കുന്നു. വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ ഓൾമോസ്റ്റ് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പണി തീരും, ഇവിടെ കളി തീരും. ഇവിടെ പോൺ ടു F7 ചെക്കിന് ശേഷം നിഹാലിൻ്റെ ഒപ്പോണൻറ്റ് റിസൈൻ ചെയ്തു. ഇവിടെ ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കളി തീർന്നു എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. ഇവിടെ വളരെ പ്രൊവോക്കിംഗ് ആണ്. ഈ F7 ചെക്കിന് പകരം ഈ പോൺ വെച്ച് ഈ പോണിനെ എടുത്ത് ചെക്ക് വയ്ക്കുക. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ വിന്നിങ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കിങ് വെറുതെ ഈ സൈഡിലോട്ട് മാറും. ഇനി ഇവിടുത്തെ പ്രശ്നം, ഇനി എന്ത് ചെയ്താലാണ് ഈ ഒരു ചെക്ക്മേറ്റ് തടയാൻ പറ്റുക? ഈ ഒരു ചെക്ക്മേറ്റ് തടയാനും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിഹാലിന് ഇവിടെ തോൽവി സംഭവിക്കേണ്ടി വരും. അപ്പോൾ വെറുതെ ഒരു പോൺ, ഈ ഒരു പൊസിഷനിൽ പോലും ബ്ലാക്കിന് ഇവിടെ കളിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഈ പൊസിഷനിൽ ഓൺലി മൂവ് ടു വിൻ ഇതാണ്, ഈ ഒരു പോൺ ടു F7 ചെക്ക്. ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇത് തടയാൻ വേണ്ടി B3 കളിച്ചാലോ, ഈ പൊസിഷനിൽ പോൺ വെച്ച് ഇവിടെ വെട്ടും. ഇപ്പോഴും ഈ മെയ്റ്റ് തടയാൻ വളരെയധികം ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇവിടെ നിഹാൽ പോൺ ടു F7 ചെക്ക് കളിക്കും. ഇവിടെ നിഹാലിൻ്റെ എതിരാളി റിസൈൻ ചെയ്യുന്നു. പവേൽ ടെക്ലാവ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്, ഇവിടെ കിങ്ങിന് പോകാനുള്ള സ്ക്വയർ, ഈ സ്ക്വയർ, ഈ സ്ക്വയർ, ഈ സ്ക്വയർ, എവിടേക്ക് പോയാലും പ്രശ്നമാണ്. ഇവിടെ ആദ്യത്തെ ലൈൻ കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂൻ E5 ചെക്ക്മേറ്റ് ആണ്. കാരണം എന്താണ്, ഈ പോൺ ഈ ഒരു ഫയൽ ഈ ഒരു ഇവിടെ ഒരു ആ സ്ക്വയർ പിടിക്കുന്നു. ക്യൂൻ വെച്ചും ചെക്കാണ്, ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ കിങ് അവിടേക്ക് പോയിട്ട് കാര്യമില്ല. ഇനി ക്യൂൻ ഇവിടെ കിങ് താഴേക്ക് ഇറങ്ങിയാലോ,
ആദ്യം ക്യൂൻ E5 ചെക്ക്. അപ്പോൾ കിങ്ങിന് വേണമെങ്കിൽ പോണിനെ വെട്ടാം. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ക്യൂൻ F6 ചെക്ക് മേറ്റ് ആണ്. വേറെ സ്ക്വയർ ഒന്നുമില്ല. കാരണം എന്താണ്, ഈ റൂക്കും നല്ലൊരു പണി ചെയ്യണം. ഇവിടെ ക്യൂൻ വെച്ചും ബിഷപ്പും വെച്ച് ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ പോൺ വെച്ചെടുത്ത് അങ്ങനെ പറ്റും. ഇനി കിങ് ഇവിടേക്ക് പോയാലോ, ഈ പൊസിഷനിലും ഇവിടെയും ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ എങ്ങോട്ട് പോയാലും പണിയാണ്. ഇവിടേക്ക് പോയാൽ പണിയാണ്. ഇനി ഇവിടേക്ക് പോയാലോ, ഈ ഒരു പക്ഷേ ഈ പൊസിഷനിൽ ഈ F7 ചെക്കിന് ശേഷം കിങ്ങിനെ F8 കളിച്ചാലോ. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ക്യൂൻ D6 ചെക്ക്. ഇവിടെ കിങ് മാറിയതിന് ശേഷം ഈ ബ്യൂട്ടിഫുൾ കണ്ടിന്യൂഷൻ ഉണ്ട്, ക്യൂൻ E5 ചെക്ക്. അപ്പോൾ ഇനി നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഈ പോണിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് മേറ്റ് ആണ്. നേരത്തെ സീക്വൻസ് പോലെയായി. അപ്പോൾ ഇനി ആ കളിക്കാവുന്ന മൂവ് ഇവിടെയാണ്. ഈ പോണിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കിങ് ഇവിടേക്ക് വരുന്നു. ഇവിടെ എന്താണ് ചെക്ക് മേറ്റ്? വളരെ സിമ്പിളായുള്ള ക്യൂൻ H8 ചെക്ക് മേറ്റ്. ഈ ബിഷപ്പ് നല്ല മനോഹരമായ പണി ചെയ്യുന്നു. ഈ 2 പോൺസും നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ക്യൂന് അവസാനത്തെ കർമ്മം നടത്തുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിഹാലി കളിച്ച ഈ തീപ്പൊരി ഗെയിം? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.